കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അച്ഛൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച എന്താഗ്രഹമെന്ന് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച എന്താഗ്രഹം ഉണ്ടാവണമെന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? എന്തോ ഈശോയെ സ്തുതിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണമെന്ന് അച്ഛൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച. പിന്നെ അതിനു മുമ്പൊക്കെ പറഞ്ഞത് എന്തെങ്കിലും ഓർക്കണ്ടോ? വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം. പിന്നെ പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹം ഉണ്ടാവണം. പിന്നെ ഈശോയെ അറിയാനും സ്പർശിക്കാനും ആഗ്രഹം ഉണ്ടാവണം. വചനം വായിക്കാനും ധ്യാനിക്കാനും ആഗ്രഹം ഉണ്ടാവണം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ദിവ്യകാരുണ്യത്തെ ആരാധിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം. അപ്പം ഇതൊക്കെയാണ് ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകണമെന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആഗ്രഹം ഇതാണ്: സഹനത്തെ പ്രണയിക്കാൻ ആഗ്രഹം ഉണ്ടാവണം. സഹനത്തെ പ്രണയിക്കാൻ ആഗ്രഹം ഉണ്ടാവണം. എന്തായിരുന്നു? സഹനത്തെ പ്രണയിക്കാൻ ആഗ്രഹം ഉണ്ടാവണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനത്തെ പ്രണയിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം. നോക്കിയേ, അച്ഛൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരെന്ന് കൈവീശി കാണിച്ച് നോക്കട്ടെ. ഓക്കെ, വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനത്തെ പ്രണയിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം. നമ്മളുടെ ആത്മീയത യഥാർത്ഥമായ ഒരു ആത്മീയതയായിട്ട് മാറുന്നത് സഹനം വരുമ്പോൾ തളരാതിരിക്കുന്ന ഒരാത്മീയത നമുക്ക് ഉണ്ടാകുമ്പോഴാണ്. സഹനം വരുമ്പോൾ അയ്യോ തീർന്നേ, എൻ്റെ ജീവിതം അവസാനിച്ചേ, ഇനി എനിക്ക് ആരും രക്ഷയില്ല, ആത്മീയത്തെക്കുറിച്ചല്ലാതെ ചിന്തിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരാത്മാവ് ആത്മീയതയിൽ വളർന്നിട്ടില്ലെന്നേ അച്ഛൻ പറയുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫിലിപ്പി 1:29, ഫിലിപ്പി 1:29, ഫിലിപ്പി 1:29. ബൈബിള് പുതിയ നിയമത്തിലേക്ക് പോകണം. ഉൽപ്പത്തി നിന്ന് മറിച്ച് തുടങ്ങരുത്, പുതിയ നിയമത്തിലേക്ക് പോവുക. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. വചനമിതാണ്: ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. നോക്കിയേ, ബാങ്കിൽ പൈസ കൂട്ടാൻ മാത്രമല്ല, മക്കളെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, നല്ല സൗന്ദര്യം ഉണ്ടാകാനും സമ്പത്ത് ഉണ്ടാകാനും വേണ്ടി മാത്രമല്ല അമ്മണിയമ്മേ, മറിച്ച് ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ വേണ്ടിയിട്ടുള്ള കൃപ കൂടി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ആഹ്ലാദിക്കണം. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് കർത്താവിന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ളൊരു വിളി കർത്താവ് നമുക്കെല്ലാവർക്കും തന്നനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നലെ മെലിഞ്ഞാന്ന് നെയ്യാറ്റിൻകരയെന്നൊരു അമ്മച്ചി എന്നെ വിളിച്ചേക്കാണ്. എന്നിട്ട് അമ്മച്ചി പറയാണ്, അച്ഛൻ ഞാൻ പുറത്തിറങ്ങാറില്ല, ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങാറില്ല. എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, എൻ്റെ മകള് മരിച്ചിട്ട് 4 മാസമായി, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാറില്ല. എൻ്റെ മോളെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അപ്പം കരച്ചിൽ വരെയാണ്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി. അങ്ങനെ ചിന്തിച്ച് വല്ലാതെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കരയായിരുന്നു. എന്നിട്ട് അവരുടെ മൂത്ത മകനും കോളേജിൽ പോണില്ല. വീട്ടിൽ ആകപ്പാടെ നിരാശ എന്ന് പറഞ്ഞ നിരാശ, വല്ലാത്ത നിരാശ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മകളെ മരിച്ചിട്ടുള്ളൂ, ഈ ഭൂമിയിൽ ഈശോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഈശോ മരിച്ചിട്ടില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ആരെങ്കിലും മരിച്ചിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അച്ഛൻ പറയാണ്, നിന്റെ ജീവിത പങ്കാളിയും മകനും മകളും ഒക്കെ മരിച്ചിട്ടുള്ളൂ, ഈശോ ഇപ്പോഴും മരിച്ചിട്ടില്ല, അവർ ഈശോയുടെ ഒപ്പം അവിടെ ഉണ്ട്. ഇവിടെ ആരെങ്കിലും കടബാധ്യതയിൽ മുങ്ങി തകർന്ന് നിൽക്കുവാണെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങൾ കടത്തിലേ മുങ്ങിയിട്ടുള്ളൂ, ആ കടത്തിൽ നിന്ന് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കൽപ്പുള്ള ഈശോ ഇതുവരെ മുങ്ങിയിട്ടില്ല, ഈശോ ഇതുവരെ മരിച്ചിട്ടില്ല. ഈശോയെ നിങ്ങള് ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ ആ സഹനത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈശോയ്ക്ക് പറ്റും. പറ്റുമോ? ഈശോയ്ക്ക് പറ്റും. വിശ്വാസം ഉണ്ടോ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, ഈശോയേ,
ഈശോയെ ഈശോയെ പ്രതി സഹിക്കാനുള്ള ഒരു കൃപയും കൂടി വിളിയും കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്ത് സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: എൻ്റെ ഈശോയാണ് ഈ സഹനം എന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ചിന്തയുണ്ടാവണം. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നത് ഇങ്ങനെയാണ്: സഹിക്കുന്ന ആത്മാവ് ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നു. എന്താ ഫൗസ്റ്റീന പറയുന്നത്? സഹിക്കുന്ന ആത്മാവ് ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നു. എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തോ. ഇതൊക്കെ നാളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ വചനപ്രഘോഷകരൊക്കെ ആവാനുള്ളതാണ്. അപ്പൊ ഇതൊക്കെ പറയണം. എവിടെയെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞത് നിങ്ങൾ അറിയുന്നില്ലേ? സഹിക്കുന്ന ആത്മാവ് ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നു. സഹിക്കുന്ന ആത്മാവ് ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നു. ഇപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ കടബാധ്യത നിശബ്ദമായി സഹിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിലുള്ള സഹനങ്ങള് നിശബ്ദമായി സഹിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിലൊരാളുടെ വിയോഗം നിശബ്ദമായി സഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ ആത്മാവിനെ ഏറെ സ്നേഹിക്കുന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ അൽഫോൻസാമ പറയുന്നത് ഇങ്ങനെയാണ്: സഹനം ഒരു വിധിയല്ല, സഹനം ഒരു നിധിയാണ്. സഹനം ഒരു വിധിയല്ല അമ്മണിയമ്മേ, സഹനം ഒരു വിധിയല്ല, സഹനം ഒരു നിധിയാണ്. നിധി. സഹനം ഒരു വിധിയല്ല ഒരിക്കലും. എന്തെങ്കിലുമൊക്കെ രോഗങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ രോഗം ഒരു വിധിയല്ല, മറിച്ച് ദൈവം തന്ന നിധിയാണ്. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മളതിനെ പഴിച്ചുകൊണ്ടിരിക്കും. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം ജീവിതത്തിന്റെ നെഗറ്റീവ് അനുഭവങ്ങളെ നമ്മൾ ശപിച്ചുകൊണ്ടിരിക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കിയെന്ന് പറഞ്ഞ് സഹനം ഒരു വിധിയല്ല നിധിയാണെന്ന് പറഞ്ഞ്. സഹനം ഒരു വിധിയല്ല, നിധിയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ടോ? പറഞ്ഞോ, തൊട്ടടുത്തുള്ള വ്യക്തിയോട് നോക്കി പറഞ്ഞോ, സഹനം ഒരു വിധിയല്ല നിധിയാണെന്ന്. ഒന്നും കൂടി പറയും, നോക്ക്, ചിരിച്ചിട്ട് പറയും. സഹനം ഒരു വിധിയല്ല നിധിയാണ് കേട്ടോ. അപ്പൊ ആരെങ്കിലുമൊക്കെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ സ്വയം അങ്ങോട്ട് വിചാരിച്ചേക്കണം, സഹനം ഒരു വിധിയല്ല, നിധിയാണെന്ന് ചിന്തിച്ചേക്കണം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 16, 21, 23. മത്തായി 16, 21, 23 കേട്ടോ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുൻപിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണെന്ന് പറയാണ്. താഴത്തോട്ട് ഇറങ്ങി വരാം, കുഴപ്പമില്ലല്ലോ. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ പത്രോസ് ആദ്യം ശിഷ്യന്മാരുടെ മുമ്പിൽ കർത്താവ് പറയാണ്, ഞാൻ പ്രധാന പുരോഹിതന്മാരും പടയാളികളും എല്ലാവരും എന്നെ കുരിശിലേറ്റം വലിയ സഹനത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? പത്രോസ് കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പറയാണ്, ഇങ്ങോട്ട് വാ പത്രോസ്, ഇങ്ങോട്ട് വാ. പത്രോസ് വലിയ ബൈബിളൊക്കെയാണ്. പത്രോസ് പത്രോസ് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് പറയാണ്, കർത്താവെ, നിനക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ കേട്ടോ, ഒരു രോഗവും ഇല്ലാതിരിക്കട്ടെ, ഒരു സഹനവും ഇല്ലാതിരിക്കട്ടെ, ഒരു വിഷമവും ഇല്ലാതിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈശോ എന്താ പറയുന്നത്? സാത്താനെ, നീ ദൂരെ പോ. എന്നെ നോക്കി പറയും, സാത്താനെ ദൂരെ പോന്ന്. സാത്താൻ പോവൂല, ഈ ഒച്ചയിലൊന്നും സാത്താൻ പോവൂല. ഇരിക്കും, വെരി ഗുഡ് കേട്ടോ. സാത്താനെ നീ ദൂരം പോകുന്നാണ് എന്താണ് ഈശോ പറയുന്നത്. സഹനം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത വ്യക്തികളോടെല്ലാം കർത്താവ് പറയാണ്, അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. സഹനം എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്. സഹനം എന്ന് പറയുന്നത് ഒരു നിധിയാണ്. സഹനം ഏറ്റെടുക്കാൻ പറ്റുന്നില്ലേ, ക്രിസ്തുവിന്റെ അനുയായി അല്ല, ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഈശോയെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഹനം ഏറ്റെടുക്കാൻ ബാബുരാജേട്ടനെ പോലെ തയ്യാറായിരിക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി 3 തരം സഹനങ്ങൾ എഴുതി വെച്ചോ. 3 തരം സഹനങ്ങൾ.
കേട്ടോ. നിങ്ങളൊക്കെ വചനപ്രഘോഷകരായിട്ട് മാറണം. ആൽബട്ടെ, നീ അച്ഛനാവാനുള്ളതാണ് കേട്ടോ. ആ 3 തരം സഹനങ്ങൾ, 3 തരം സഹനങ്ങളാണ്. ഒന്നാമത്തേത് സ്വയം വരുത്തി വയ്ക്കുന്ന സഹനങ്ങൾ. എഴുതി വെച്ചോ. ഒന്നാമത്തേത് സ്വയം വരുത്തി വയ്ക്കുന്ന സഹനങ്ങളാണ്. സ്വയം വരുത്തി വയ്ക്കുന്ന സഹനങ്ങളാണ്. സ്വയം വരുത്തി വയ്ക്കുന്ന സഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയോ സ്വയം വരുത്തി വയ്ക്കുന്ന സഹനം. സ്വയം വരുത്തി വയ്ക്കുന്ന സഹനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനെ നോക്ക് എഴുതി കഴിഞ്ഞെങ്കിൽ നോക്ക്. ഞാൻ നല്ല പുകവലിയാണെന്ന് വിചാരിച്ചോ. ഞാൻ പുകവലിച്ച് എൻ്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി എന്ന് വിചാരിച്ചു. സ്പോഞ്ച് പോലെയായി. അവസാനം എനിക്ക് ക്യാൻസർ വന്നു. ഞാൻ ദൈവത്തെ പഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവമേ, നീ എന്ത് കണ്ണിച്ചോരില്ലാത്തവനാണ്, എനിക്ക് നീ ക്യാൻസർ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെങ്ങനെയാണ് സഹനം വന്നത്? സ്വയം വരുത്തി വെച്ച സഹനമാണ്. ഇനി ഞാൻ നല്ല തണ്ണിയാണെന്ന് വിചാരിച്ചോ, നല്ല കുടിയാണെന്ന് വിചാരിച്ചോ, രാവും പകലും കുടിയോ എന്ന് വിചാരിച്ചോ. അവസാനം എൻ്റെ വയറും പോയി, ലിവറും പോയി, കണ്ണും പോയി, കാതും പോയി, ശരീരമൊക്കെ പോയി. അവസാനം ഞാൻ മരണക്കിടക്കയിൽ കിടന്നിട്ട് പറയാണ്, ദൈവമേ, നിനക്ക് കണ്ണീച്ചോരുണ്ടോ, എനിക്ക് ഈ സഹനം തരേണ്ട വല്ല കാര്യമുണ്ടെന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ് സഹനം വന്നത്? സ്വയം വരുത്തി. എൻ്റെ കയ്യിലിരിപ്പോണ്ടാണ്. ഇനി ഇവിടെ ആരെങ്കിലുമൊക്കെ പരദൂഷണം പറഞ്ഞു എന്ന് വിചാരിച്ചോ. പരദൂഷണം പറഞ്ഞിട്ട് ഈ ഒരു 5-6 പേര് ഒരുമിച്ചിരുന്ന് പരദൂഷണം പറഞ്ഞതായിരിക്കും. ഈ കൂട്ടത്തിൽ ഒരു 5-6 പേര് കൂടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു യൂദാസ് ഉണ്ടാവും. നിങ്ങൾക്കറിയോ ആ കാര്യം? എങ്ങനെ വന്നാലും ഒരു 12 പേരുടെ ഇടയിൽ ഒരു യൂദാസ് ഉണ്ടാവും. അപ്പോൾ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തു? പരദൂഷണം പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ അടുത്ത് പോയി ഒറ്റി. എന്നിട്ട് പറയും, ആ ജാൻസി നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെയാണെന്ന് അവള് പറഞ്ഞ് പരത്തിയെന്ന്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയുള്ള സഹനങ്ങളൊക്കെ ദൈവത്തിൻ്റെ മുന്നിൽ, ദൈവമേ എന്തിനീ സഹനം തന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വരുന്ന സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ആ സഹനങ്ങൾ രക്ഷാകരമാണോ? അല്ല. ആണോ? അല്ല എന്നുള്ളവരെന്ന് കൈവയ്ക്കുക. രക്ഷാകരമല്ല എന്നുള്ളവർ കൈ ഒന്ന് പൊക്കിയേ, കൈ താഴ്ത്തിക്കോ. ലാസ്റ്റ്, അതായത് ഈ സ്വയം വരുത്തി വയ്ക്കുന്ന സഹനങ്ങൾ രക്ഷാകരമാണോ? അല്ലേ? രക്ഷാകരമാണോ? അല്ലെന്നുള്ളവരെന്ന് കൈവീശ്. രക്ഷാകരമാണെന്നുള്ളവരെന്ന് കൈവീശ്. ചേട്ടനൊന്ന് എഴുന്നേറ്റ്. ചേട്ടൻ്റെ പേരെന്താ? ഷാജി. വെരി ഗുഡ്, യൂണിവേഴ്സൽ നെയിമാണ്. ചേട്ടൻ എവിടെ നിന്നാ? തിരൂരിന്ന് വരാണ്. വെരി ഗുഡ്. ഒരു കൈയടി കൊടുത്തേ ചേട്ടന്. കൈയടിക്ക്, ബിസ്കാണിക്കല്ലേ, അടിക്ക്. താങ്ക് യു ചേട്ടാ. അതായത് ഈ സ്വയം വരുത്തി വയ്ക്കുന്ന സഹനങ്ങളും രക്ഷാകരമാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ. ഇപ്പം ഞാൻ മദ്യപിച്ച് രോഗിയായി അനിലേട്ട കിടക്കാമെന്ന് വിചാരിച്ചോ. രോഗിയായിരിക്കുന്ന സമയത്ത് ഈശോയോട് ഞാൻ പറയുകയാണ്, ഈശോയെ തെറ്റുപറ്റി, ഇനി എനിക്ക് രക്ഷയില്ലെന്ന് എനിക്കറിയാം, എന്നോട് അങ്ങ് പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ ഈശോ രക്ഷപ്പെടുത്തൂലേ? രക്ഷപ്പെടുത്താതിരുന്ന ദൈവം ആവോ? അത് ആവൂല. സ്വയം വരുത്തി വയ്ക്കുന്ന സഹനങ്ങളും രക്ഷാകരമാണ്. ഈ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും പരദൂഷണ കമ്മിറ്റിയിൽ ചേർന്നിട്ട് ഒറ്റപ്പെടുത്തപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ സഹനം രക്ഷാകരമാണ്. മദ്യപിച്ച് ലക്ക് കെട്ട് നിങ്ങളുടെ കരളൊക്കെ വാടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സഹനം രക്ഷാകരമാണ്. പുകവലിച്ച് നിങ്ങളുടെ ജീവിതമൊക്കെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സഹനം രക്ഷാകരമാണ്. അവിശുദ്ധ ബന്ധങ്ങളിൽപ്പെട്ട് നിങ്ങളുടെ കുടുംബങ്ങൾ തകർന്നു പോയിട്ട് നിങ്ങളിപ്പോ മനസ്തപിക്കുന്നുണ്ടെങ്കിൽ, അനുതപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹനം രക്ഷാകരമാണ്. വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നാമത്തെ സഹനം എന്തായിരുന്നു? ഒന്നാമത്തെ സഹനം സ്വയം വരുത്തി വയ്ക്കുന്ന സഹനങ്ങളാണ് ഒന്നാമത്തെ സഹനം. ഇനി രണ്ടാമത്തെ സഹനം ആൻമേരി. ശരിക്കും പേരെന്താ അവളുടെ? അമ്മക്ക് പോലും കിട്ടില്ല. ഒരുവന് അന്നക്കുട്ടി. നോക്കാം, അങ്ങനെ വിളിക്കാച്ച്. ഞങ്ങളുടെ ഇടവകയിലെ താരമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളാണ് ഇടവകയിലെ താരം. അപ്പോൾ ഒന്നാമത്തെ ചിന്ത അച്ഛൻ പറഞ്ഞു. ഒന്നാമത്തെ എന്തായിരുന്നു? ഒന്നാമത്തെ ചിന്ത എന്തായിരുന്നു? സ്വയം വരുത്തി വയ്ക്കുന്ന സഹനങ്ങൾ. ഇനി രണ്ടാമത്തെ സഹനമാണ് മറ്റുള്ളവരിലൂടെ വരുന്ന സഹനങ്ങൾ. എഴുതി വെച്ചോ. മറ്റുള്ളവരിലൂടെ
വരുന്ന സഹനങ്ങൾ. മറ്റുള്ളവരിലൂടെ വരുന്ന സഹനങ്ങൾ. അതാണ് രണ്ടാമത്തെ സഹനം, മറ്റുള്ളവരിലൂടെ വരുന്ന സഹനങ്ങൾ. അത് ഞാൻ അയ്യോ പാപിയാണ്, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പോകുന്ന ഒരാളല്ല എന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാവരും വേദനിപ്പിക്കുന്ന ഒരാളാണ്. ഇപ്പൊ വേദനിപ്പിക്കാത്ത ഒരാളാണ് ഞാൻ. പാപമായിട്ടുള്ളൊരു അപ്പാവി എന്നൊക്കെ പറയില്ല, ഒരു ശാന്തനും സൗമ്യനുമായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ. അപ്പോഴാണ് ഇവര് ഈ 6 പേരും കൂടി എനിക്കെതിരെ പരദൂഷണം പഠിച്ചു വിടുന്നത്. പരദൂഷണ കമ്മിറ്റികൾ ഇവർ 6 പേരും കൂടി. ഇവർ 6 പേര് ശിശുക്കളാണ്. ഇവർ പ്രായമെങ്കിലും ശിശുക്കളുടെ മനസ്സാണ്. അതുകൊണ്ട് ഇവരെ ഞാൻ ആ ഗണത്തിലാണ് പെടുത്തിയേക്കുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവര് 6 പേരും കൂടി എന്റെ സത്കീർത്തിയൊക്കെ നശിപ്പിച്ച് എനിക്കെതിരെ പരദൂഷണമൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ ഉണ്ട് ഷീന ടീച്ചറൊക്കെ എന്നെ ഇങ്ങനെ നോക്കുകയാണ്. അവനല്ലേ അത്, ഇവനെ കുറിച്ചല്ലേ പറഞ്ഞു പരത്തിയത്, അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ. കണ്ടോ, അങ്ങനെയുള്ള സഹനങ്ങൾ എൻ്റെ കയ്യിലിരിപ്പോണ്ട് വരുന്നതല്ല, മറിച്ച് മറ്റുള്ളവരിലൂടെ വരുന്ന സഹനങ്ങളാണ്. ചില നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും സത്കീർത്തി നശിപ്പിക്കുന്നവര്, കല്യാണം മുടക്കുന്നവര്, സ്ഥലവിൽപ്പന മുടക്കുന്നവര്. ഇതൊക്കെ മറ്റുള്ളവരിലൂടെ വരുന്ന സഹനങ്ങളാണ്. ഈ സഹനങ്ങൾ രക്ഷാകരമാണോ? ഈ സഹനങ്ങൾ രക്ഷാകരമാണോ അല്ലയോ? രക്ഷാകരമാണ്. ഉറപ്പിച്ച് പറ, രക്ഷാകരമാണോ അല്ലയോ? രക്ഷാകരമാണ്. നീ മലയാളിയല്ലേ? രക്ഷാകരമാണോ അല്ലയോ? ആണ്. അമ്മച്ചിയല്ല, പറയില്ല കേട്ടോ, തെലുങ്കത്തിരിപ്പുണ്ട്, അതുകൊണ്ടാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് നല്ല സമരിയാക്കാരന്റെ ഉപമയാണ്. ആ സമരിയാക്കാരൻ ആ വഴി കൂടി പോകുമ്പോ കൊള്ളക്കാരവനെ എന്ത് ചെയ്യുന്നു? ഇടിച്ച് സൂപ്പാക്കി മൃതപ്രാണനായിട്ട് അവിടെ ഇടുകയാണ്. അത് മറ്റുള്ളവരിലൂടെ വന്ന സഹനമാണ്, മറ്റുള്ളവരിലൂടെ വന്ന സഹനമാണ്. ആ സഹനം രക്ഷാകരമാണ്. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, എന്നെ വിമർശിക്കുമ്പോൾ, എന്നെ തള്ളിപ്പറയുമ്പോൾ, എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, എന്നെ അവഗണിക്കുമ്പോൾ അത് രക്ഷാകരമായ സഹനമാണ്. ഒന്നാമത്തെ സഹനം എന്തായിരുന്നു? സ്വയം വരുത്തി വെച്ചു, സ്വയം വരുത്തി വയ്ക്കുന്ന സഹനം. രണ്ടാമത്തേത് മറ്റുള്ളവരിലൂടെ വരുന്ന സഹനങ്ങള്. മൂന്നാമത്തേത് ദൈവം നൽകുന്ന സഹനങ്ങൾ. മൂന്നാമത്തേത് ദൈവം നൽകുന്ന സഹനങ്ങൾ കേട്ടോ. ഇതാണ് ദൈവം നൽകുന്ന സഹനങ്ങൾ. അതായത് ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ പുകവലിച്ചിട്ടില്ല, പക്ഷെ എങ്കിലും എനിക്ക് ക്യാൻസർ വന്നു. ഞാനൊരു മാരകഭാവത്തിൽ വീണിട്ടില്ല, എന്നിട്ടും എനിക്ക് മാരകമായ ഒരു രോഗം വന്നു. അത് ആര് തരുന്ന സഹനമാണ്? ദൈവം തരുന്ന സഹനം. ആരായിരുന്നു? ദൈവം തരുന്ന സഹനമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തില് 22-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാം തന്റെ ഏകമകനാരാ? ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയിട്ട് ദൈവം പറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ബലിയർപ്പിക്കാനായിട്ട് മുതിരുന്നുണ്ട്. അത് ആര് തരുന്ന സഹനമാണ്? ദൈവം തരുന്ന സഹനമാണ്. പിന്നെ ജോബിന്റെ പുസ്തകത്തില് ജോബിന്റെ മക്കളെയും ആടുമാടുകളെയും കഴുതകളെയും ഒട്ടകങ്ങളെയും എല്ലാം സാത്താൻ തകർക്കുന്നുണ്ട്. അത് ആര് തന്ന സഹനമാണ്? ദൈവം തരുന്ന സഹനമാണ്. നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലാതെ ഏതെങ്കിലുമൊക്കെ സഹനങ്ങള് അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടുള്ള സഹനങ്ങളാണ്. ആ സഹനങ്ങളെല്ലാം രക്ഷാകരങ്ങളാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കി ഒന്ന് ചിരിച്ചേ. എന്നിട്ട് പറഞ്ഞേ, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെല്ലാം രക്ഷാകരങ്ങളാണെന്ന് പറഞ്ഞേ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. അപ്പൊ 3 തരം സഹനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് സ്വയം വരുത്തി വെക്കുന്ന സഹനങ്ങൾ. രണ്ടാമത്തേത് മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന സഹനം. അന്നക്കുട്ടി, മൂന്നാമത്തേത് ദൈവം തരുന്ന നീ ശ്രദ്ധിക്കണില്ല. മൂന്നാമത്തെ എന്താ? ദൈവം തരുന്ന സഹനം. പിശാച്
ദൈവം തരുന്ന സഹനങ്ങൾ. എന്ന് കരങ്ങളെന്ന് വീശിയേ. അതാണ്. ഇനി അടുത്തത് സഹനങ്ങളുടെ സമയത്ത് ഒരു മനുഷ്യനുണ്ടാകുന്ന 3 മനോഭാവങ്ങൾ. എഴുതി വെച്ച 3 മനോഭാവങ്ങൾ കേട്ടോ. 3 മനോഭാവങ്ങൾ. ഈ മനോഭാവങ്ങൾ ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ടൊന്ന് പരിചിന്തനത്തിന് വിധേയമാക്കുക. ഒന്നാമത്തെ മനോഭാവം പൈശാചികം. എഴുതിക്കോ, പൈശാചികം. ഒന്നാമത്തെ മനോഭാവം പൈശാചികമാണ്. പൈശാചികം. അതായത് സഹനം വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, എന്നെ വേദനിപ്പിച്ചവർ നശിക്കണം, കുത്തുവാളെടുത്ത് അവരുടെ അണ്ടകടാകം നശിഞ്ഞു പോകണമെന്ന് പ്രാകുന്നവരുണ്ട്, ശപിക്കുന്നവരുണ്ട്. ബാബുരായേട്ടാ, അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. നമ്മുടെ പഞ്ചായത്തിലില്ല, അപ്പുറത്തെ പഞ്ചായത്തിലുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ആളുകൾ ആരുമില്ല. ഭാഗ്യമാണ് നമ്മുടെ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പൈശാചികം. എന്നെ വേദനിപ്പിച്ചവര്, എനിക്കെതിരെ പരദൂഷണം പറഞ്ഞവര്, എന്നെ സത്കീർത്തി നശിപ്പിച്ചവര്, എന്നെ വേദനിപ്പിച്ചവരെല്ലാം നശിക്കണം എന്നുള്ളതാണ് ഈ പൈശാചികം എന്ന ആറ്റിറ്റ്യൂഡ്, മനോഭാവം കേട്ടോ. അങ്ങനെ ഒരു മനോഭാവം നമുക്ക് വേണ്ട. ആരിലെങ്കിലും കൂടെയൊക്കെ നമ്മളിലേക്ക് സഹനം കടന്നു വരുന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെയൊന്നുമല്ല അത് കടന്നു വന്നേക്കുന്നത്. അതിലൂടെ ഒരു വിശദീകരണം നമുക്ക് കിട്ടും. ഒന്നാമത്തെ മനോഭാവം എന്തായിരുന്നു? പൈശാചികം. രണ്ടാമത്തേത് മാനുഷികം. രണ്ടാമത്തേത് മാനുഷികം. മാനുഷികം എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവമേ, നീ എനിക്കിതെന്തിനു തന്നു? എന്തിന് നീ എനിക്ക് ഈ സഹനം തന്നു? എന്തിന് നീ എനിക്ക് ഈ കടബാധ്യത തന്നു? എന്തിന് നീ എനിക്ക് ഈ വേദന തന്നു? എന്തിന് നീ എനിക്ക് ഈ രോഗം തന്നു? മാനുഷികമായി ചിന്തിക്കും. വേറെ എന്തോരം പേരുണ്ടായിരുന്നു ഈ പഞ്ചായത്തിൽ, എനിക്ക് തന്നെ നീ എനിക്ക് ഈ സഹനം തന്നു. അതാണ് മാനുഷികം. ചോദ്യം എഴുതി വെച്ചോ, എന്തിന് എനിക്ക് ഈ സഹനം തന്നു? അതാണ് മാനുഷികമായിട്ടുള്ള സഹനത്തിലുള്ള മനോഭാവം. അങ്ങനെ നമ്മൾ ചില സമയത്ത് ചോദിക്കുന്നേ, എന്തിനാണ് ദൈവമേ നീ എനിക്ക് ഈ സഹനം തന്നത്? വല്ല കാര്യം ഉണ്ടായിരുന്നു, സ്വസ്ഥമായിട്ട് ഞാൻ ജീവിച്ചേനായിരുന്നു എന്നൊക്കെ. എന്തിന് ദൈവമേ എനിക്ക് ഈ സഹനം തന്നു? അതാണ് മാനുഷികം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരിക. ഇനി മൂന്നാമത്തേത് ദൈവീകം. ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരണം. ദൈവീകം എന്ന് പറയുന്നത്, എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒന്ന് കരങ്ങൾ വീശേ. ശരിക്കും എല്ലാവരും വീശി. ദൈവീകം എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു സഹനവും ഒരു വേദനയും ഒരു രോഗവും ഒരു കടബാധ്യതയും ഒരു സങ്കടവും കടന്നു വരത്തില്ല എന്നുള്ള ചിന്തയാണ്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എഴുതി വെച്ചോ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് ദൈവികമായ ചിന്ത. ഈ ഒരു ചിന്തയിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരണം. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിയിഴ പോലും കൊഴിയുന്നില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക്, ഒരു ബോധ്യത്തിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാനായിട്ട് സാധിക്കണം. ഇനി ചോദ്യം എഴുതി വയ്ക്കാം. എന്തുകൊണ്ട് സഹനങ്ങൾ? എന്തുകൊണ്ട് ഒരു ആത്മാവിന് ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നു? എന്തുകൊണ്ട് സഹനങ്ങൾ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വൈ സഫറിങ്സ്. എന്തുകൊണ്ട് സഹനങ്ങൾ? എന്തിന് സഹനം? ഒന്നാമത്തെ മറുപടി ഇതാണ്, ദൈവാശ്രയ ബോധത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ് സഹനങ്ങൾ. ദൈവാശ്രയ ബോധത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ് സഹനങ്ങൾ. ദൈവാശ്രയ ബോധത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ് സഹനങ്ങൾ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനങ്ങളും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു സന്ദർഭമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അച്ഛൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അച്ഛനെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുന്ന ആരെങ്കിലുമൊക്കെ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇത് ഈശോയെ ആശ്രയിക്കാനുള്ള ഒരവസരമാണ്. ഈ ഭൂമിയിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ ആശ്രയിച്ചോ, പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പോലെ ഒരു കരുത്തോ കൃപയോ നിങ്ങൾക്ക് കിട്ടൂല. കിട്ടോ? നിങ്ങൾ എത്ര മനുഷ്യരോട് പ്രശ്നങ്ങളും സഹനങ്ങളും എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും നടന്നോ? ദൈവം പ്രവർത്തിക്കാതെ ഒന്നും സംഭവിക്കില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്,
Praise the Lord. Praise the Lord. Hallelujah. 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 മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ എടുത്തോ. എന്നിട്ട് അച്ഛനെ നോക്കിയിരുന്നാൽ മതി, അച്ഛൻ പറഞ്ഞ ആളാണ് കേട്ടോ. മാർക്കോസ് 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് അവള് 14 വർഷമായിട്ട് പല വൈദ്യന്മാരെയും കണ്ടു, പല മരുന്നുകൾ എടുത്തു, എന്നിട്ട് രോഗം മാറുന്നില്ല. അച്ഛൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ചിലരുണ്ട് എത്ര മരുന്ന് കഴിച്ചാലും രോഗം മാറില്ല. എത്ര മരുന്ന് കഴിച്ചാലും രോഗം എന്താണെന്ന് കണ്ടെത്താനും പറ്റില്ല. എത്ര ടെസ്റ്റ് നടത്തിയാൽ എന്താണ് ശരീരത്തിലുള്ള രോഗങ്ങളെന്ന് ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ പറ്റില്ല. ചില പൈശാചിക അരൂപികൾ, രോഗത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അങ്ങനെയുള്ളവർക്ക് നല്ല ഡെലിവറൻസ് കിട്ടണം, ഈശോയുടെ ശക്തി വന്ന് നിറയണം. അപ്പോഴാണ് രോഗം കണ്ടെത്താനും സൗഖ്യപ്പെടുത്താനൊക്കെ പറ്റുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. ആ രക്തസ്രാവക്കാരി സ്ത്രീ 14 വർഷമായിട്ട് പല ഡോക്ടർമാരെയും കണ്ടു, പക്ഷെ രോഗം സുഖപ്പെടുന്നില്ല, ഒരു രക്ഷയില്ല. അപ്പോഴാണ് കേൾക്കുന്നത് ഈശോ ആ വഴി കൂടി ഇതിലേക്കൂടിയോ പോകുന്നുണ്ടെന്ന്. അവക്ക് വിശ്വാസമായി. എന്ത്? ഈശോയെ തൊട്ട് കഴിഞ്ഞാൽ സുഖം പ്രാപിക്കും. സുഖം പ്രാപിക്കുമെന്ന്. ഈശോയെ തൊട്ട് കഴിഞ്ഞാൽ സുഖം പ്രാപിക്കുമെന്ന് അവൾ കണ്ണും പൂട്ടി വിശ്വസിച്ചു. അവൾ എന്ത് ചെയ്തു? ആശ്രയിക്കുകയാണ്. കണ്ടോ, ആ സഹനം ഇല്ലായിരുന്നെങ്കിൽ അവൾ ഈശോയിൽ അത്ര ആശ്രയിക്കുമായിരുന്നോ? ഇല്ല. ഹലോ, ആശ്രയിക്കുമായിരുന്നോ? ഇല്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കുന്നത് ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അച്ഛൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു 90% ആളുകളും ആവശ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്, സഹനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സഹനമാണ് ഈ ദിവികാരനാഥൻ്റെ മുന്നിൽ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഈശോയിലേക്ക് അടുക്കൂലായിരുന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ അവൾ ഈശോയിൽ ആശ്രയിച്ച് ആ തിക്കിൻ തിരക്കിന്റെ ഇടയിലൂടെ പോയി ഈശോയെ തൊട്ടു കഴിഞ്ഞപ്പോ എന്ത് കിട്ടി? സുഖം പ്രാപിച്ചു, സൗഖ്യം കിട്ടി. ഈ തിക്കിൻ തിരക്കിനിടയില്, ഈ ജനക്കൂട്ടത്തിനിടയിൽ എന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈശോയെ അങ്ങനെ തൊട്ടാ മാത്രം മതി, ഈശോയെ അങ്ങനെ നോക്കിയാ മാത്രം മതി, ഈശോയെ അങ്ങയുടെ സ്നേഹം തന്നാ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. ഈശോയെ തൊട്ട സൗഖ്യം കിട്ടുമെന്നുള്ളവര് ഒന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കിയെന്ന് പറഞ്ഞ് ഈശോ തൊട്ട സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ്, ഈശോ തൊട്ട സൗഖ്യം വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ്, ഈശോ തൊട്ട സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ്, എന്നിട്ട് കയ്യൊന്ന് ഉയർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഈശോ നിന്നെ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. ഈശോയേ. മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി. ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് നമ്മൾ അവിടെ കാണുകയാണ്. തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുകയാണ്. അതായത് ഈശോ ഒരു ഭവനത്തിൽ നിന്നുകൊണ്ട് വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് ഈശോ ഈ വീട്ടിലുണ്ടെന്ന്. അപ്പൊ കുറെ ആളുകൾ കൂടി അവനെ, ഒരു തളർവാദ രോഗിയെ കട്ടിലെടുത്തോണ്ട് വരും. എങ്ങനെ എടുത്തോണ്ട് വരും? കട്ടിലെടുത്തോണ്ട് വരുമ്പോ പള്ളി നിറച്ച ആളാണ്, വീട്ടിൽ നിറച്ച ആളാണ്, വീട്ടിലേക്ക് കയറാൻ പറ്റണില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഓട് പൊളിക്കും. ആ സഹനം അത്ര തീവ്രമായത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഈശോയുടെ അടുത്ത് എത്തണം, ഈശോ തൊടണം, ഈശോയിൽ സൗഖ്യം സ്വീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഓട് പൊളിക്കുകയാണ്. അത്രയും ആഴത്തില് ഈശോയിൽ ആശ്രയിക്കുകയാണ്. ഇന്ന് അച്ഛൻ പറയാണ്, ഓട് പൊളിക്കുന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. അച്ഛൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് അച്ഛൻ പറയാണ്, ഓട് പൊളിക്കുന്ന വിശ്വാസം ഉണ്ടാവണം. എങ്ങനെയെങ്കിലും ഈശോയെ തൊടണം, എങ്ങനെയെങ്കിലും ഈശോയുടെ സൗഖ്യം കിട്ടണം, എങ്ങനെയെങ്കിലും ഈശോയുടെ സമാധാനം കിട്ടണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. ഇപ്പൊ എന്തിനാണ് സഹനം? ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട്. എന്തിനാണ് സഹനം? ഈശോയിൽ ആശ്രയിക്കാൻ. ഈശോയിൽ ആശ്രയിക്കാൻ എന്നാണ് അച്ഛൻ പറഞ്ഞ വാക്ക്. എന്തായിരുന്നു?
ദൈവാശ്രയ ബോധത്തിൽ വളരാൻ വളരാൻ. കേട്ടോ. ദൈവാശ്രയ ബോധത്തിൽ. ഉണ്ണിമോളെ എന്തിനാണ് സഹനം? ദൈവാശ്രയത്തിൽ വളരാൻ. ഇതാണ് ഉണ്ണിമോള് പറയും. വളരാൻ. ജോയിറ്റ എന്താ? അന്നക്കുട്ടി എന്താ? ദൈവാശ്രയ ബോധത്തില് വളരാൻ വേണ്ടിയിട്ടാണ് ഈശോ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തരുന്നത്. ഇനി ആൽബർട്ട് എന്തായിരുന്നു? വെരി ഗുഡ്. ഇനി രണ്ടാമത്തേത് സഹനം എന്തിന്? രണ്ടാമത്തേത് എന്തിനാണ്? എളിമപ്പെടാൻ വേണ്ടിയിട്ടാണ്. എളിമപ്പെടാൻ കേട്ടോ. സഹനം എളിമപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ മുന്നില്, മനുഷ്യരുടെ മുന്നിൽ എളിമപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരു സഹനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്നത്. ഒരു വല്ലാതെ ഒരു ഇമ്മോറലായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി പിന്നീട് വന്നപ്പോഴാണ് അച്ഛന് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. വല്ലാതെ കൈവിട്ടു പോയ ഒരു ജീവിതമായിരുന്നു. പരസ്ത്രീ ബന്ധങ്ങൾ, വല്ലാതെ വഴിവിട്ടു പോയ ഒരു മഗ്ദലേനക്കാരി മറിയൻ എന്ന് പറയുന്ന പോലെ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം ഒരു കള്ളക്കേസിൽ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജയിലിലേക്ക് പോയി. ജയിലിലേക്ക് പോയി. പിന്നെ ബെയിൽ കിട്ടി. ആള് പുറത്തേക്ക് വന്നു. കേസ് ഇനി മുന്നോട്ട് പോയാൽ കുറേ വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരുമെന്നുള്ള 100% ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ആ സമയത്താണ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടൻ ഇപ്പോഴും ജയിലിൽ നിന്ന് ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ അനുതാപമില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ മാനസാന്തരമില്ല. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് അനുതാപമില്ല. നിങ്ങൾക്കൊരു മാനസാന്തരം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു കൃപയും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. ഒരു രോഗസൗഖ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. ഒരു കടബാധ്യതയും മാറിക്കിട്ടൂല. ഒരു ജീവിതത്തിലുണ്ടാകുന്ന വിള്ളലുകള്, ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകൾ മാറിക്കിട്ടൂല. വെറും ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമാണ് ഈശോയിലേക്ക് വരുന്നതെങ്കിൽ വെറും പൊട്ടിയ ചട്ടിയായിട്ട് നിങ്ങൾ എല്ലാവരും തിരിച്ചു പോകുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളില് ഒരു അനുതാപം ഉണ്ടാകണം. എൻ്റെ ഈശോയെ, എൻ്റെ ഇന്നലെകളിലെ ജീവിതം കൊണ്ട് ഞാൻ അങ്ങയെ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെന്നുള്ളൊരു ആഴത്തിലുള്ളൊരു അനുതാപം വരുമ്പോഴാണ് കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് ഇങ്ങനെ കുത്തി ഒഴുകുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില അമ്മമാരൊക്കെ വന്നിട്ട് പറയും, എൻ്റെ പൊന്നച്ച, എൻ്റെ മോൻ പഠിക്കണില്ല, എൻ്റെ മോൻ ക്ലാസ്സിൽ പോകണില്ല, എൻ്റെ മോൻ പള്ളിയിൽ പോകണില്ല, അവന് ജോലി കിട്ടണില്ല. ഞാൻ പറഞ്ഞു, അവൻ നന്നാവും. അല്ലാതെ അമ്മ മുമ്പിട്ട് കിടന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പം കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ട്. ഈശോ ഏതെങ്കിലും വഴി അവനെ തൊടും. പക്ഷെ അവൻ മനസ്സ് തുറക്കാതെ ഈശോ കൃപ കൊടുക്കില്ല, നടക്കില്ല. ഞാൻ നന്നാകണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. അപ്പുറത്തെ പഞ്ചായത്തിലെ മറ്റുള്ളവരൊന്നും ചിന്തിച്ചിട്ടൊരു കാര്യം, ഞാൻ തീരുമാനിക്കണം. ഒരു അനുതാപം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കർത്താവ് എനിക്ക് കൃപ തരും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ലൂക്ക 1:48. ഇതൊക്കെ എഴുതി വെച്ചാൽ മതി. വീട്ടിൽ പോകുമ്പോൾ യെശയ്യാ 66:2 അമ്മച്ചി അല്ലേ? കറക്റ്റ് അല്ലേ? യെശയ്യാ 66:2 വീട്ടിൽ പോയിട്ടിരുന്ന് വായിച്ചാൽ മതി കേട്ടോ. അടുത്ത ലൂക്ക 1:48. അവിടെ നിന്ന് തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കണ്ടോ, ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചെന്ന് പറയും. എളിമപ്പെടുമ്പോഴാണ് കർത്താവ് നിങ്ങൾക്ക് കൃപ തരിക. താഴ്ന്നു കിടക്കുമ്പോൾ കർത്താവ്, അങ്ങേക്കല്ലാതെ എൻ്റെ ജീവിതത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നുള്ളൊരു താഴ്മ ജീവിതത്തിൽ വരുമ്പോഴാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക. ലൂക്ക 1:52 എഴുതി വെച്ചോ. ലൂക്ക 1:52. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി കേട്ടോ. God always raises the lowly and puts down the proud-hearted. ദൈവം എളിമയുള്ളവരെ ഉയർത്തി അഹങ്കാരികളെ ചിതറിക്കും. വീണ്ടും യാക്കോബ് 4:6. ഈ വചനമൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. വീട്ടിൽ പോയിരുന്ന് വായിക്കണം കേട്ടോ. ഒരു 33 പ്രാവശ്യമൊക്കെ ഈ വചനമൊക്കെ വായിക്കണം. എൻ്റെ അടുത്ത ആഴ്ച വരുമ്പോൾ അച്ഛനെ കാണുമ്പോൾ പറയണം, യെശയ്യാ 66:2 ആത്മാവിൽ എളിമയാണ്, അതുകൊണ്ടായിരിക്കും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നത് അനുഗ്രഹിക്കുന്നുണ്ടോ. വചനമൊക്കെ പറയണം. അച്ഛനെ കാണുമ്പോൾ എറിയേണ്ടത് വചനം വെച്ചാണ് എറിയേണ്ടത് കേട്ടോ. ഓക്കെ. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. എന്നേറ്റ് പറഞ്ഞേ, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. സങ്കീർത്തനം
115:1. ഇത് എൻ്റെ കൂടെ ബൈബിൾ അവിടെ സെയിൻറ്റ് ജോസഫ് പള്ളിയിൽ വചനം എല്ലാ ആഴ്ചയും കേൾക്കാൻ വന്ന് നിൽക്കുന്നവർക്ക് കാണാപ്പാഠം പറയേണ്ട ഒരു വചനമാണ്. സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. സങ്കീർത്തനം എടുത്തോ, എല്ലാവരും എടുത്തോ, ഒന്ന് ബൈബിൾ എടുത്തേ, നോക്കി ഒന്ന് ഒരുമിച്ച് വായിച്ച് നോക്കട്ടെ. ഈ വചനമൊക്കെ കാണാപ്പാഠം പഠിക്കണം. വചനം ഭക്ഷിക്കുമ്പോഴാണ്, വചനം എന്നറിയുമ്പോഴാണ് വിടുതൽ ലഭിക്കുക കേട്ടോ. പിന്നെ ഈ വചനം കേൾക്കാൻ, ഉറങ്ങാതെ ഇരുന്ന് വചനം കേൾക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ ഈ വചനം പഠിക്കണം കേട്ടോ. എടുത്ത എല്ലാവരും എടുത്തേ സങ്കീർത്തനം 115:1. എല്ലാവരും എടുക്കട്ടെ. സങ്കീർത്തനം 115 എടുത്തോ. സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അതാണ്, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. മാർക്കോസ് 5-ാം അധ്യായത്തില് ജൈറോസിന്റെ മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കർത്താവിന്റെ മുന്നിൽ ജൈറോസ് എത്രമാത്രം എളിമപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വചനം ഒന്ന് വായിച്ചെന്ന് കണ്ടെത്തി തന്നെ. മാർക്കോസ് 5 കർത്താവിന്റെ മുന്നിൽ ജൈറോസ് എളിമപ്പെടുന്നത് അങ്ങന്ന് കണ്ടെത്തി തന്നെ. ജൈറോസ് 5-ാം അധ്യായത്തില് മാർക്കോസ് 22 ഒന്ന് വായിച്ചേ. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് എളിമപ്പെടുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ താഴാൻ പറ്റൂല. അവൻ സിനഗോഗ് അധികാരിയാണ്, വലിയ പണക്കാരനാണ്. പക്ഷെ എങ്കിലും അവൻ ദൈവത്തിന്റെ മുന്നിൽ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. എന്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. എന്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. ഈ ധ്യാന കേന്ദ്രത്തിൽ വരുന്നത് തന്നെ ഒരു എളിമയുടെ ഒരു പ്രകടനമാട്ടോ. എളിമയുടെ ഒരു പ്രകടനമാണ്. പലരും ഒരു ദിവസം എനിക്ക് തോന്നുന്നു 10, 35, 40 കോളുകൾ വരും, ഫോൺ കോളുകൾ വരും, വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരും, ലോകം മുഴുവനും മെസ്സേജ് വരും. അപ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ളവർ, ഇപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അച്ഛൻ പറയും, ഒന്ന് ധ്യാന കേന്ദ്രത്തിലേക്ക് വരാമോ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ തന്നെ. സമയമില്ല അച്ഛാ, അതാണ് ഇതാണ്, എങ്ങനെയെങ്കിലും ഫോണിൽ കൂടി വിളിച്ച് കൃപ മേടിച്ച് ജീവിക്കുക എന്നല്ലാതെ ഒരാൾക്കും, നല്ലൊരു ശതമാനം ആളുകൾക്കും ഒന്ന് ഈശോയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാനോ ഒരു ആരാധനയിൽ പങ്കെടുക്കാനോ ഒന്ന് ശാന്തമായി വചനം കേൾക്കാനൊന്നും അവർക്കും താല്പര്യമില്ല. അവർക്ക് കാര്യം കിട്ടിയാൽ മതി, കാര്യം നടന്നാൽ മതി. ഇപ്പം ഞാൻ ആര് വിളിച്ചാലും ഇങ്ങനെ പറയുള്ളൂ, ഇങ്ങോട്ട് വരാൻ പറയും. ഒന്ന് എളിമപ്പെടുക, ഒന്ന് ചെറിയൊരു ത്യാഗമൊക്കെ ഏറ്റെടുത്ത് ജൈറോസ് ഈശോയുടെ അടുത്തേക്ക് വന്നതുപോലെ ഒന്ന് ശാന്തമായിരുന്നു എളിമപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ കൃപ നിറയും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ടോ, മാർക്കോസ് 10:46-32 എഴുതി വെച്ചോ. മാർക്കോസ് 10:46-52. അവിടെ ബർത്തിമേയുസ്, അന്ധനായ ബർത്തിമേയുസിന് കാഴ്ച നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്ധനായ ബർത്തിമേയുസ് അവിടെ നിന്ന് എളിമയോട് വിളിച്ചു പറയുകയാണ്, നസ്രായനായ യേശുവേ, ദാവീദിന്റെ പുത്രനായ എന്നിൽ കനിയണമേ. ദാവീദിന്റെ പുത്രനായ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. എല്ലാവരും നേറ്റി പറഞ്ഞേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, എന്നിൽ കനിയണമേ. നിങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞേ, ദാവീദിന്റെ. ഇപ്പുറത്തെ വശത്തുള്ളവർ പറഞ്ഞേ, ഇപ്പുറത്തെ വശത്തുള്ളവർ പറഞ്ഞേ, കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നുള്ളൊരു എളിമ കണ്ടോ. അപ്പോൾ ശിഷ്യന്മാര് പറയും, നീ ഗുരുവിനെ വെറുതെ മെനക്കെടുത്തല്ലേ, ഗുരു അങ്ങോട്ട് പോട്ടെ. അപ്പോൾ വീണ്ടും അവനോട് പറയാണ്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. അപ്പോൾ അവസാനം കർത്താവ് അവൻ്റെ സ്വരം കേട്ട് കഴിയുമ്പോൾ, നിനക്ക് എന്ത് വേണം, എനിക്ക് കാഴ്ച വേണം. അപ്പോൾ തന്നെ കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. കണ്ട, അവൻ്റെ എളിമയിലാണ് കർത്താവ് അവിടെ ഇടപെടുക. അപ്പം നമ്മളെല്ലാവരും കർത്താവിൻ്റെ മുന്നിലായിരിക്കും എളിമയോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ദാവീദിന്റെ പുത്ര പാപിയായ എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര ബലഹീനനായ എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര മുറിവേറ്റവനായ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റവിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ,
ഈശോയേ. അപ്പോ എന്തിന് സഹനം? ഒന്നാമത്തേത് എന്തിന് സഹനം? ദൈവാശ്രയ ബോധത്തിൽ വളരാൻ. 2 എളിമപ്പെടാൻ. 3 വിശുദ്ധരാകാൻ. എഴുതി വെച്ചോ. സഹനം എന്തിനാണെന്ന് വെച്ചാല് അവസാനത്തെ ചിന്ത ഇതാണ്, അച്ഛൻ്റെ വിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ് ദൈവം സഹനം തരുന്നത് കേട്ടോ. പ്രഭാഷകൻ 2:5 എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഏറ്റു പറഞ്ഞേ, എന്തെന്നാൽ സ്വർണം. കണ്ണടച്ചേ, ഉറങ്ങിക്കളയരുത്. കണ്ണടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചേ. ഇപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ വചനം ഒന്ന് എബ്രായർ 4 പറയുന്ന പോലെ അസ്ഥിയിലും മജ്ജയിലും മാംസത്തിലും ഹൃദയത്തിലും ജീവിതത്തിലൊക്കെ തുളച്ച് കയറട്ടെ. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ്, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ ഞാനും. കരങ്ങൾ വീശിയേ കേട്ടോ. അപ്പൊ നിങ്ങൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവിന് സ്വീകാര്യരാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അണ്ടർലൈൻ ദാറ്റ് വേർഡ്. സ്വീകാര്യരായ മനുഷ്യർക്ക് സഹനം ഉണ്ടാവും. ഇപ്പൊ അച്ഛൻ സ്വീകാര്യനല്ലെങ്കിൽ സഹനം ഉണ്ടാവില്ല. നല്ല സൂപ്പറായിട്ട് ജീവിക്കും. കർത്താവിനോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ സഹനങ്ങളുണ്ടാവും. നോക്കിയേ, അച്ഛൻ ഇപ്പോൾ ഒരു ധ്യാനഗുരുവായിട്ടുള്ളൊരു അച്ഛനാണ്. നമുക്കിപ്പോൾ 2ാമത്തെ ധ്യാന കേന്ദ്രമാണിത്. അപ്പോൾ ഇങ്ങനെ ഈ അച്ഛനായിട്ട് നോക്കിയാൽ 4ാമത്തെ വർഷം ആകാൻ പോകണം. ഇത്ര ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് മാറാൻ പറ്റിയ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സഹിച്ചത് കൊണ്ടാണ്. ഒരുപാട് ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട്. സഹനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുങ്ങിയിട്ടുണ്ട്. സഹിച്ചാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്. സത്യം. ഞാൻ ആ സഹനങ്ങളോടൊക്കെ നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കില്ല. എനിക്ക് അഭിഷേകം ഉണ്ടാവില്ല. എനിക്ക് സഹനത്തിലൂടെയാണ് ഡെലിവറൻസിൻ്റെ കൃപ കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടൂലായിരുന്നു. സഹിച്ചാണ് ജീവിതത്തിൽ പ്രൊമോഷൻ കിട്ടിയത്. അതെ, സത്യം. ഒരു വർഷം നമ്മൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു സഹനം പുഞ്ചിരിയോടെ ഏറ്റെടുക്കുന്നത് തമ്മിൽ തത്തുല്യമായ വേദന കർത്താവ് തരും. ഒരു സഹനം വരുമ്പോൾ പുഞ്ചിരിയോടെ ഏറ്റെടുക്കുക, അപ്പോൾ കർത്താവ് കൃപ തരും. പ്രൊമോഷൻ കിട്ടുന്നത് സഹനം ഏറ്റെടുക്കുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു സ്വർഗീയമായ രഹസ്യമാണ്. സഹനം നിശബ്ദമായി ഏറ്റെടുക്കാൻ റെഡിയാണോ? പ്രൊമോഷൻ. ഈശോയുടെ അടുത്തേക്ക് ഒരു പടിയും കൂടി അടുക്കാം, ഒന്നും കൂടി വരാം, ഒന്നും കൂടി ചേർന്നിരിക്കാം. സഹനം ഏറ്റെടുക്കാൻ പടിയാണോ? പൊയ്ക്കോ. പ്രൊമോഷൻ ഇല്ല, ഡീ പ്രൊമോഷൻ. താഴത്തേക്ക് പോയിക്കോ. ഇത്രേ പറയാനുള്ളൂ. സഹനം ഏറ്റെടുക്കാനുള്ളൊരു മനസ്സും ധൈര്യവും ഉണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഈ അൽഫോൺസാമയെ കുറിച്ച് പറയുന്ന അൽഫോൺസാമ്മ ഒരു ദിവസം ഉണ്ടല്ലോ 51 പ്രാവശ്യം ചോര ഛർദ്ദിച്ചു. 51 പ്രാവശ്യം ചോര ഛർദ്ദിച്ചു. തലേ ദിവസം രാത്രി 1 മണിക്കൂർ കഷ്ടി ഉറങ്ങിയിട്ടുള്ളൂ. 1 മണിക്കൂർ അൽഫോൺസാമ്മ ഇങ്ങനെ 1 മണിക്കൂർ കഷ്ടി ഉറങ്ങിയിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ ഛർദ്ദിച്ചു പോകും. അത്രയും മരണതുല്യമായ വേദനയിലൂടെ അൽഫോൺസാമ്മ കടന്നുകൊണ്ടിരിക്കുമ്പോൾ അൽഫോൺസാമ്മ പറഞ്ഞൊരു വചനമുണ്ട്. കുരിശുകൾ തന്നാണ് ഈശോ സ്നേഹിക്കുന്നത്, സ്നേഹിക്കുന്നവർക്കാണ് കൂടുതൽ കുരിശുകൾ നൽകപ്പെടുന്നത്. ഞാൻ സഹനത്തിൻ്റെ പുത്രിയാണ്, സഹനവും ത്യാഗവും ആകുന്ന കല്ലുകൾ കൊണ്ടാണ് സ്വർഗത്തിൽ നമുക്കായി വീടൊരുങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഈ ഭൂമിയിൽ എത്രമാത്രം നിങ്ങൾ സഹിക്കുന്നോ അത്രയും നല്ല വീട് നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യാക്കോബ് 1:12. യാക്കോബ്, ഈ വചനമൊക്കെ എഴുതി വെക്കണം. ഭയങ്കര അഭിഷേകമുള്ള വചനമാണ്. യാക്കോബ് 1:12. നിങ്ങൾ മടുത്തോ? നിങ്ങൾ വചനം കേട്ട് ക്ഷീണിച്ചവരൊന്ന് കൈവീശി കാണിച്ചേ. മടുത്തവരൊന്ന് കൈവീശി കാണിച്ചേ. വെരി ഗുഡ്. ഇനി കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവീശി കാണിച്ചേ. മടുക്കരുത്. നമുക്ക് ഒരിക്കലും വചനം കേൾക്കാൻ കൊതി. ഇവിടെ ആരും ഉറങ്ങുന്നില്ല. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം ഇതാണ്, എല്ലാവരും നല്ല പവറിൽ നിൽക്കുകയാണ്. 2 അമ്മച്ചിമാരൊന്ന് തൂങ്ങിപ്പോയെങ്കിലും തിരിച്ചു വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവരെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ വചനം കേൾക്കാൻ ദാഹത്തോടു കൂടെ ഇരിക്കണം കേട്ടോ. അപ്പൊ യാക്കോബ് 1:12. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ആ പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. ക്ഷമയോടെ സഹിക്കണം കേട്ടോ. അച്ഛനെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ നീ മരണകരമായ രോഗങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും, എന്ത് വിലാപത്തിലൂടെയും കടബാധ്യതയിലൂടെയും ഒറ്റപ്പെടുത്തലൂടെയും കടന്നു പോവുകയാണെങ്കിൽ ക്ഷമയോടെ സഹിക്കണം. ക്ഷമ വിട്ടുകളയരുത്. ക്ഷമയോടെ സഹിക്കണം.
ക്ഷമയോടെ സഹിക്കണം. എന്നിട്ട് എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇടവക പള്ളിയിൽ ഒരു ജോയിസ് ചേച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോയിസ് ചേച്ചിനെ കുറിച്ച് ക്യാൻസർ രോഗബാധിതയായ ഒരു ജോയിസ് ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോയിസ് മരിച്ചുപോയി. അപ്പോൾ ഈ ജോയിസ് ചേച്ചി ഇങ്ങനെ ക്യാൻസർ പിടിപെട്ട് കിടക്കുകയാണ്. അപ്പോൾ കിടക്കുന്ന സമയത്ത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ കാണിച്ചു കൊടുത്തു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ കാണിച്ചു കൊടുത്തു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഇങ്ങനെ ഇട്ട് തീയിലിങ്ങനെ എരിയാണ് കേട്ടോ. തീയിലിങ്ങനെ കിടന്ന് ഇങ്ങനെ പൊളയാണ്. അപ്പോൾ ഈശോയോട് ജോയിസ് ചേച്ചി പറഞ്ഞു, എൻ്റെ രോഗം ഒന്ന് എടുത്ത് മാറ്റിത്തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ ചോദിച്ച ചോദ്യം ഇതാണ്, നിനക്ക് ശുദ്ധീകരണ സ്ഥലത്ത് ഇങ്ങനെ കിടന്ന് നീറണോ അതല്ലെങ്കിൽ ഭൂമിയിൽ സഹനങ്ങളിലൂടെ ശുദ്ധീകരണം പൂർത്തിയാക്കണോ? നിനക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ കിടന്ന് ഉരുകണോ അല്ലെങ്കിൽ ഭൂമിയിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് ശുദ്ധീകരിക്കപ്പെടണോ? അപ്പോൾ ജോയിസ് ചേച്ചി പറഞ്ഞു, അയ്യോ വേണ്ട, ഭൂമിയിൽ എനിക്ക് സഹിച്ചാൽ മതി, എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി, ഈശോയെ കിട്ടിയാൽ മതി, ഈശോയുടെ സ്നേഹം കിട്ടിയാൽ മതി എന്ന് വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഭൂമിയിൽ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും നിങ്ങളെ ശുദ്ധീകരണ സ്ഥലത്ത് കയറാതെ ശുദ്ധീകരിക്കാനായിട്ട് ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ സഹനങ്ങളൊക്കെ ക്ഷമയോടുകൂടെ ഏറ്റെടുക്കാനായിട്ട് പരിശ്രമിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 3:12, സുഭാഷിതം 3:12, സുഭാഷിതങ്ങൾ 3:12. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. ഒന്നേറ്റ് പറഞ്ഞേ, എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റെന്നേ, എല്ലാവരും എഴുന്നേറ്റെന്നേ. ഒന്നേറ്റ് പറഞ്ഞേ, എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. കർത്താവ് നിങ്ങളെ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശാസിക്കുന്നത് കേട്ടോ. സ്നേഹിക്കുന്നത് കൊണ്ടാണ് സഹനത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നത്. സ്നേഹിക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ചിലരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല കോടിക്കണക്കിന് രൂപയും കംപ്ലീറ്റ് ലഹരിയും ഉപയോഗിച്ച് ഇങ്ങനെ ദുഷ്ടനിങ്ങനെ പന പോലെ വളരുന്നതൊക്കെ കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? ചില നാട്ടിലും വീട്ടിലൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, അത് ബ്രോയിലർ കോഴിയാണ്. കുറേ കാട് കഴിയുമ്പോൾ കുടുങ്ങും. 100% ഉറപ്പാണ്, അവസാനം അവൻ കുഴിയിലേക്ക് പോകും. ദുഷ്ടൻ ഇങ്ങനെ വളരുമെങ്കിലും പിന്നെ തകരും. നമ്മളിപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ദൈവം നമുക്കായി കാത്തുവച്ചിരിക്കുന്ന ഒരു സ്വർഗത്തിലേക്ക് നമുക്ക് യാത്രയാകാൻ പറ്റും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. അപ്പൊ ഓക്കെ, 3 തരത്തിലുള്ള സഹനങ്ങളെ കുറിച്ച് അച്ഛൻ എന്ന് പറഞ്ഞു. 3 തരം സഹനങ്ങൾ. ഒന്നാമത്തേത് സ്വയം വരുത്തി അനുവദിക്കുന്ന സഹനങ്ങൾ. 2 മറ്റുള്ളവരിലൂടെ വരുന്ന സഹനങ്ങൾ. 3 ദൈവം തരുന്ന സഹനങ്ങൾ. ഇനി സഹനങ്ങൾ ഉണ്ടാകുമ്പോ 3 മനോഭാവങ്ങൾ ഉണ്ടാകും. 1 പൈശാചികം, 2 മാനുഷികം, 3 ദൈവികം. ഇനി ദൈവം ഒരു ആത്മാവിന് സഹനങ്ങൾ തരുന്നത് എന്തിന്? 1 ദൈവാശ്രയ ബോധത്തിൽ വളരാൻ. 2 എളിമപ്പെടാൻ. 3 വിശുദ്ധരാകാൻ കേട്ടോ. ഈ പോയിന്റുകളൊന്നും മറന്നു പോകരുത്. നോക്കിയേ, ഇങ്ങനെ നമ്മൾ ഈ ദൈവാശ്രയ ബോധത്തിൽ വളരാത്തിടത്തോളം കാലം, എളിമപ്പെടാത്തിടത്തോളം കാലം, വിശുദ്ധരാകപ്പെടാത്തിടത്തോളം കാലം ദൈവം അടിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോ. പക്വത വരാത്തിടത്തോളം കാലം ദൈവം ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. പക്വത പ്രാപിച്ചാൽ പിന്നെ സഹനങ്ങളൊന്നും സഹനങ്ങളല്ല. സഹനങ്ങളെല്ലാം റോസാപ്പൂക്കൾ പോലെ നമ്മളെടുത്ത് നെഞ്ചോട് ചേർത്ത് വയ്ക്കാനുള്ളൊരു കൊതി ഉണ്ടാവും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അൽഫോൻസാമ എന്താ പറഞ്ഞ സഹനം? വിധിയല്ല നിധിയാണ്. എന്താണ് വിധിയല്ല നിധിയാണ്. എല്ലാവരും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചെന്ന് പറഞ്ഞേ, സഹനം വിധിയല്ല നിധിയാണ്. ദൈവം ഇപ്പോ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം സഹനത്തെ അംഗീകരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്.